പാലത്തിൻ്റെ പണി ഏതായാലും പകുതിയിലേറെ കഴിഞ്ഞ രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ചെറിയ നടപ്പാലം മാത്രമായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായ യാത്രായോഗ്യമായ ഒരു പാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് നമ്മൾ പുതിയ പാലം എന്ന് പറയുന്നൊരു നടപ്പാലം ഉണ്ടായിരുന്നു. ആ നടപ്പാലം നമ്മളെ തളി ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് മിംസ് ഹോസ്പിറ്റലിലേക്ക് മാങ്കാവ് ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാം, പക്ഷേ ആളുകൾക്ക് നടന്നു പോകാവുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് പുതുക്കി പണിത് ഇപ്പോൾ വലിയൊരു പാലാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ് കോഴിക്കോട് ടൗണിൽ നിന്നും മീഞ്ചന്ത ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡാണ്. ആ ബൈപ്പാസിൽ മിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയ ആണിത്. ആ നേരെ കാണുന്ന ആ ബസ് നിർത്തിയ ആ ഭാഗം മിംസ് ഹോസ്പിറ്റലിനാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കവാടം ഗോവിന്ദാപുരം ഭാഗത്തേക്കുള്ള റോഡാണ്. ഇവിടുന്ന് ഇപ്പോൾ ആ സ്കൂട്ടർ പോകുന്ന ആ റൂട്ടിൽ അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കല്ലുത്താങ്കാട് വഴി നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുതിയ സ്റ്റാൻഡ് എത്തും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഇന്നത്തെ ലൊക്കേഷനായ പുതിയ പാലം ജംഗ്ഷനിലേക്കുള്ള വഴി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ സാധാരണ ഒരു കാറ് മാത്രം പോകാവുന്ന ഒരു ചെറിയ വീതിയുള്ള റോഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ രണ്ട് സൈഡിലും ഒക്കെ വീതിയൊക്കെ കൂട്ടി പൂർണ്ണമായ ഒരു ഗതാഗത യോഗ്യമാക്കാനുള്ള രീതിയിലാണ് സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. എന്തായാലും ഈ റോഡ് വന്ന് കൂടിച്ചേരുന്ന ഭാഗത്ത് നല്ല വീതി കൂട്ടിയിട്ട് എന്തായാലും ഓപ്പണായി വരുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് റൈറ്റും ലെഫ്റ്റും കയറി പോകാനുള്ള രീതിയിലാണ് അവിടെ അത്രയും വീതി കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു പണി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ സൈഡിൽ കാണുന്ന ആ രീതിയിൽ അത്രയും ഹൈറ്റായിട്ട് ഇവിടെ റോഡ് പൊന്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഞാൻ മുന്നോട്ട് നടക്കുമ്പോൾ റൈറ്റ് സൈഡിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉയർന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന സ്ഥലവും വീടൊക്കെ താഴ്ന്ന രീതിയിലേക്കായിട്ടുണ്ട്. അവരുടെ ആ ഗേറ്റൊക്കെ താന്നു പോയിട്ടുണ്ട്. ഇനി റോഡ് പൊന്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ താഴ്ന്ന രീതിയിലേക്കും. എന്നാൽ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തുള്ള എന്താണെന്നറിയില്ല, അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആദ്യമേ പൊന്തി നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഇനി പണി കഴിഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അന്നേരം വന്നിട്ട് നോക്കാം. ഏതായാലും റോഡിൻ്റെ വർക്ക് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയും നമ്മളുടെ നാടിൻ്റെ പൊന്നോമന ബംഗാളി കുട്ടന്മാർ തന്നെയാണ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സത്യം പറയാന്ന് വെച്ചാൽ ഈ നാടിൻ്റെ ഒരു മുത്തുമണികൾ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർ ഇത്തരം പണിക്ക് നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഗൾഫിലും മറ്റുള്ള പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. അതുപോലെ ബംഗാളികളും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പല ആളുകളും ഇവിടെ വന്നും അധ്വാനിക്കുന്നു. അതാണ് ഈ ലോകത്തെ ഒരു എന്താ പറയുക സിസ്റ്റം. അപ്പം എന്തായാലും അവരൊക്കെയാണ് നമ്മളുടെ മുത്തുമണികൾ എന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ ഏകദേശം നമ്മളെ ബൈപ്പാസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഈ പുതിയ പാലം ജംഗ്ഷനിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും വർക്ക് ഉഷാറായി നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയും നമ്മുടെ ബംഗാളി കുട്ടന്മാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അവരെന്തോ ചെറിയ സ്നാക്സിലൊക്കെ കഴിക്കുകയാണ്. ഞാനെന്തായാലും ഒരു സൺഡേ രാവിലെയാണ് ഈ വഴിക്ക് വന്നിട്ടുള്ളത്. 7:30 ആ സമയമാണ്. ആ സമയത്ത് പോലും ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിലവിൽ ഈ ഭാഗത്തുള്ള കുറേ ആളുകൾക്ക് ഈ ഒരു വർക്ക് തീരുന്നത് വരെ എന്തായാലും യാത്രയ്ക്ക് ഒരു ദുഷ്കരം തന്നെയാണ്. എന്നിരുന്നാലും അവരുടെ ഭാവി ഉഷാറാവും. ഒരു ചെറിയ റോഡായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇനി അത് നല്ല 2 വേ ആയിട്ടുള്ള നല്ല ഉഷാറായിട്ട് പോകാൻ പറ്റുന്ന റോഡായി മാറും. ചില ഭാഗങ്ങളിലൊക്കെ ഇടത് സൈഡിലുള്ള കടകളൊക്കെ കുറച്ച് താഴ്ന്നു പോവും. പക്ഷേ റൈറ്റ് സൈഡിലൊക്കെ പൊന്തി നിൽക്കുന്ന രീതിയിലാണുള്ളത്. എന്തായാലും സൈഡിൽ നമ്മൾ കാണുന്ന ആ കോൺക്രീറ്റിൻ്റെ ആ ഒരു ഡ്രെയിനേജ് ലെവലിൽ എന്തായാലും
റോഡ് വരും. അപ്പോൾ ഞാൻ ഏകദേശം ആ പുതിയ പാലം ജംഗ്ഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കടകളൊക്കെ നമുക്ക് രണ്ട് സൈഡിലും കാണാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ പാർട്ടി ഓഫീസ്, ഇപ്പോൾ ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള അടുത്ത സമയം ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തിയ ആളുകളൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. പണിക്കാർ ഉഷാറായി പണിയെടുക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് പിന്നെ അതിലുള്ള വെള്ളമൊക്കെ അവർ മോട്ടർ വെച്ച് വറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു JCB കാണുന്നുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ടാണ് പാലം സ്റ്റാർട്ട് ആവുകയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി വേറെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുതിയ പാലം എന്നുള്ള ഏരിയ, ഈ ഒരു ചെറിയൊരു അങ്ങാടി, ഇതിൻ്റെ പാലം കടന്ന് അപ്പുറത്തിയാലും നമ്മൾ പുതിയ പാലം തന്നെയാണ് ഇതിനെ പറയാറുള്ളത്. ഇവിടെ കുറച്ച് കടകളും ഒക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് റോഡൊക്കെ ഉള്ളോട്ട് പോകുന്നുണ്ട്. എന്തായാലും വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗം ഉഷാറായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. നമുക്ക് പഴയകാല ഓർമ്മകളിലേക്ക് ഈ വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടുന്ന് പാലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ശരിക്കും നല്ല നെറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കരിങ്കലിൻ്റെ ബോളർ കൊണ്ടുവന്നിട്ട് സെറ്റായിട്ടുള്ള ഒരു പാലത്തിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൂരെ കാണാം അതിൻ്റെ ആർച്ച് ഭാഗങ്ങളൊക്കെ അവിടെ ഏകദേശം എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലുള്ള അപ്രോച്ചുകൾ കംപ്ലീറ്റ് വർക്ക് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് പണി എല്ലാം ഉഷാറായി വരാനുണ്ട്. അപ്പോൾ സ്ഥലം തന്നെ ആകെ മാറിപ്പോവും. ഏതായാലും നമ്മളെ മന്ത്രി റിയാസ് ഏതായാലും പല ഭാഗങ്ങളിലും റോഡിൻ്റെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അഭിനന്ദാർഹം തന്നെയാണ്. അപ്പോൾ ഞാൻ ഏകദേശം പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളെ ആ സുന്ദരമായ പുഴ വരുന്നത്. അപ്പോൾ സുന്ദരമായ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സുന്ദരമല്ല. ഏതായാലും വെള്ളത്തിൻ്റെ കളറ് കുറച്ച് മോശമാണ്. എന്തായാലും അത് നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും കനോലി കനാലിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ കനോലി കനാലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പൊതുവെ ഈ രീതിയിലാണ് അവിടുത്തെ ഒരു വെള്ളം ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുഴയ്ക്ക് കുറുകെ കടന്നു പോകുന്ന ആ ആർച്ചിൻ്റെ ഭാഗമാണ്. ഏതായാലും പാലത്തിൻ്റെ പണി പകുതിയിലേറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ പണി ഫുള്ളാവട്ടെ. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഇക്കരയിൽ നിന്നും അക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നടപ്പാലം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. അത്യാവശ്യം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. ഇതിലൂടെ വാഹനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് അപ്പുറത്തൊന്ന് പോയി നോക്കാം. ഇതുപോലെ യാത്രക്കാർക്ക് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കാം. ഇതാണ് ഇതിൻ്റെ അപ്പുറം. ഏതായാലും ഞാനിവിടുന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. കാരണം നമ്മളെ വണ്ടി അപ്പുറത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും തിരിച്ച് അവിടുന്ന് പോരുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ട ആ പാലത്തിൻ്റെ അങ്ങേ സൈഡ് ഉണ്ടല്ലോ, അപ്പുറത്തെ സൈഡ് പുതിയ പാലം ഭാഗം, അവിടെ നമുക്കൊന്ന് പോയിട്ട് നോക്കാം. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മളവിടുന്ന് വണ്ടി എടുത്ത് പോന്നു. ഇപ്പം പുതിയറ ജംഗ്ഷനിലെത്തി. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോയിലുള്ള പുതിയ പാളയം ബിൽഡിംഗ് ആണ് നിങ്ങളാ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ പാലത്തേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് നമ്മളിങ്ങനെ പുതിയ പാലത്ത് എത്തിയിട്ടുണ്ട്. പുതിയ പാലം ജംഗ്ഷനിലേക്ക് ഇത്തിരി കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞെത്തും. ആ പുതിയ പാലം ജംഗ്ഷനിൽ ഇതാ നമ്മളെ മുസ്ലിം പള്ളിയുണ്ട്, പുതിയ പാലം മസ്ജിദ്. അപ്പോൾ ഈ മസ്ജിദിൻ്റെ അവിടെ നിന്ന് അങ്ങനെ നേരെ കാണുന്ന ആ റോഡ് തളി ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് എത്തുക. നേരെ നമുക്ക് അതുവഴി മിഠായി തെരുവ് ഭാഗത്തേക്കൊക്കെ കയറാം, പാളയത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റൂട്ടിന് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂരിയാട് പാലം അവിടെ എത്തും. അവിടത്തിലൂടെ നമുക്ക് മാങ്കാവ് ആ ഭാഗത്തേക്ക് പുഷ്പ ജംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത്. ഇതിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് ഈ ബ്രിഡ്ജ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു ഇതുവരെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഇക്കരെ വന്നതാണ്. വണ്ടി എടുത്ത്
അപ്പോൾ ഇവിടെയാണ് ആ റോഡ് വന്ന് അവസാനിക്കുന്നത്. ഇവിടെയും നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ തകൃതിയായി പണികൾ നടക്കുന്നുണ്ട്. അപ്രോച്ചെല്ലാം നല്ല ഉഷാറായിട്ട് നിർമ്മിക്കുന്നുണ്ട്. നല്ല ബോളർ കൊണ്ടുള്ള കെട്ടൊക്കെ കെട്ടി നല്ല നെറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കിയിട്ടാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഈ പാലത്തിൻ്റെ സൈഡിലൂടെ ഒന്ന് ഉള്ളോട്ട് പോയി നോക്കാം. കാരണം നമ്മൾ അപ്പുറത്തുനിന്ന് പുഴ കണ്ട ആ ഭാഗത്തേക്ക് ഇവിടുത്തെ ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം ഇതിലൂടെ ചെറിയ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് സൈഡിലും കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഈ പാലത്തിൻ്റെ പണി, റോഡിൻ്റെ പണിക്ക് വേണ്ടി അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് നടപ്പാലമായിട്ട് കയറി വന്ന് കാണിച്ചു തന്ന ആ സ്റ്റെപ്പിൻ്റെ ഭാഗം. അവിടുന്ന് ഇങ്ങോട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. മുമ്പ് ഇവിടെ കുറേ ഓട്ടോറിക്ഷൻ്റെ ഒക്കെ മെക്കാനിക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഷോപ്പുകളായിരുന്നു. ഇവിടെ കുറേ ഓട്ടോറിക്ഷ മെക്കാനിക്കിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഈ പുഴയുടെ അക്കരയിൽ നിന്നും. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ വഴി വന്നിട്ട് ഈ സൈഡത്തെ കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. അപ്പോൾ പാലത്തിൻ്റെ പണി ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ എത്ര കാലമായി വർക്ക് തുടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം എവിടെ എത്തി എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹിസ്റ്ററികളൊക്കെ താൽക്കാലികം എനിക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുക എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളും ഈ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്കും ഒരു കമൻറ്റും കൂടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു സബ്സ്ക്രൈബും തന്നാൽ അത് വളരെ സന്തോഷമായിരിക്കും ഈ ഉള്ളവന്. അതുകൊണ്ട് ഈ പുതിയ പാലത്തിൻ്റെ പുതിയ പണികളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചത്. ഇനിയും അടുത്ത ഒരു അപ്ഡേഷനുമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.